കേരള സർക്കാരിൻ്റെ മണ്ടക്ക് തന്നെയാണ് സമസ്ത ഇപ്പോൾ വെട്ടിയിരിക്കുന്നത്. ഏറെക്കുറെ ഇടതുപക്ഷ സർക്കാരുമായിട്ട് സഹകരിച്ച് നീങ്ങിയിരിക്കുന്ന മതസംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സർവ്വമേഖലയിലും അങ്ങനെയൊക്കെ ഈ അടുത്ത കാലത്ത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. വഖഫ് ബോർഡ് നിയമ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഏറെക്കുറെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനും അപ്പുറം സമസ്ത സ്വതന്ത്രമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വഖഫ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും വഖഫ് ബോർഡിൽ മറ്റു മതസ്ഥരെ തിരികെ കയറ്റണം എന്നുള്ള വിഷയമൊക്കെ വന്ന സമയത്ത് സമസ്തയുടെ നയങ്ങളും നിലപാടും തന്നെയാണ് ഇടതുപക്ഷം സ്വീകരിക്കുകയും ചെയ്തത്, അംഗീകരിക്കുകയും ചെയ്തത്. അത് സമസ്തയുടെ സമര നേട്ടമായിട്ട് അവർ ചിത്രീകരിക്കുകയും അത് അങ്ങനെ തന്നെ ആഘോഷിക്കുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്കൊക്കെ സമസ്തയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ പക്ഷവും ഇടതുപക്ഷത്തിന്റെ പക്ഷവും എന്ന് പറഞ്ഞ രണ്ട് പക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായതായിട്ട് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സമസ്തയുടെ പല ഘട്ടങ്ങളിലും വളരെ പ്രധാനമായിരിക്കുന്ന നേതൃത്വ സംഗമത്തിലൊക്കെ ഇത് പ്രകടമായി തന്നെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഗവൺമെന്റുമായി ഏറ്റുമുട്ടാത്ത രീതിയിൽ അവരുമായിട്ട് സഹകരിച്ച് നീങ്ങിയാണ് മത സ്ഥാപനങ്ങളൊക്കെ കൂടുതൽ ഉയരാനും അത് വളരാനും സാധ്യമാവുക എന്നുള്ളത് കാന്തപുരത്തിന്റെ ഒരു തന്ത്രമായിരുന്നു. എല്ലാ സർക്കാരുമായിട്ട് പരമാവധി സഹകരിച്ച് നിൽക്കുക. അതുകൊണ്ട് മതസ്ഥാപനങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ സർക്കാരുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും നിർമ്മിത പ്രവർത്തനങ്ങൾ പോലും നടക്കാത്തൊരു സാഹചര്യങ്ങൾ വരും. ആയതിനാൽ അവരുമായിട്ട് സഹകരിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാടിനോടൊപ്പം ചേർന്നിട്ടായിരുന്നു സമസ്തയുടെ നിലപാടും ഉണ്ടായിരുന്നത്. പല ഘട്ടങ്ങളിലും സമസ്തയുടെ പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. ഇപ്പോ സ്ഥിതി മാറി, കാലാവസ്ഥ മാറി, ചുറ്റുപാട് മാറി. സംസ്ഥാന സർക്കാർ, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്, സംസ്ഥാന മന്ത്രി കൃഷ്ണൻകുട്ടി എല്ലാം കൂടി ഒരു നയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. അത് പറഞ്ഞ കാര്യം, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സമയപരിഷ്കരണം വേണം. അത് അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. സമയ മാറ്റങ്ങൾ ഉണ്ടാവണം. ആ സമയങ്ങൾ മാറ്റം ഉണ്ടാകുന്ന സമയത്തോ അത് മദ്രസ പഠനത്തെ സാരമായിട്ട് ബാധിക്കും. വളരെ കൃത്യമായ രീതിയിൽ സമയബന്ധിതമായിട്ടാണ് മദ്രസയുടെ പഠനം. അത് കഴിഞ്ഞിട്ട് സ്കൂൾ, അങ്ങനെയാണ്. രാവിലെ മദ്രസ കഴിഞ്ഞിട്ട് സ്കൂൾ എന്ന രീതിയിലാണ് പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്നത്. അതിൽ ചെറിയ മാറ്റങ്ങൾ വരണം എന്ന് പറയുന്ന സമയത്ത് ഏറെക്കുറെ മദ്രസയുടെ വിദ്യാഭ്യാസത്തെ അത് സാരമായിട്ട് ബാധിക്കും എന്നതിനാൽ ഈ നിലപാട് അംഗീകരിക്കില്ലെന്ന് സമസ്ത വളരെ ക്ലിയർ ആയിട്ട് സർക്കാരിനെ അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ ഇത് വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ് സമസ്തയുടെ പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. അതിന് സമയക്രമവുമായിട്ട് സംസ്ഥാന സർക്കാർ പറയുന്നത് 10 മണി മുതൽ 4 മണി വരെ എന്നുള്ള സമയം പരിഷ്കരിച്ചുകൊണ്ട് 9:45 മുതൽ 4:15 വരെ ക്രമീകരിക്കണം. അതാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതിനൊരു കാരണം പറയുന്നത് 1100 മണിക്കൂർ ഒരു വർഷത്തിൽ ഒരു കുട്ടി കിട്ടണം, അല്ലെങ്കിൽ പഠനം നടക്കണം എന്നുള്ള കണക്ക്. എന്നാൽ 10 മുതൽ 4 വരെ ആകുന്ന സമയത്ത് അത്ര കിട്ടാൻ വേണ്ടി സാധ്യത കുറവാണ്. ആയതിനാൽ തന്നെ സമയം കുറച്ചും കൂടി മുന്നോട്ട് എടുക്കണം എന്നുള്ളതാണ്. മുന്നോട്ട് എടുക്കുന്ന സമയത്ത് അത് ബാധിക്കും? അത് മദ്രസയെ ബാധിക്കും, മദ്രസ പഠനത്തെ ബാധിക്കും. അത് സാരമായിട്ട് ബാധിക്കും, ചെറിയ രീതിയിലൊന്നുമല്ല. അപ്പൊ സമസ്ത ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ സമസ്ത എടുത്തിരിക്കുന്ന നിലപാടുകളും തീരുമാനങ്ങളും യഥാർത്ഥത്തിൽ സർക്കാരിന്റെ മണ്ടക്ക് തന്നെ അടി കിട്ടിയ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? 10 മുതൽ 4 മണി വരെ ഉള്ളത് 9:45 മുതൽ 4:15 വരെ ആക്കണം എന്നുള്ള രീതിക്ക് മാറ്റം വരുത്തിയിട്ട് അരമണിക്കൂറും കൂടി വൈകിട്ട് തന്നെ കൂട്ടുക. 4 മണിക്ക് അവസാനിക്കുന്നത് 4:30 അവസാനിച്ചാൽ അരമണിക്കൂർ കിട്ടും. അതിന് രാവിലത്തെ 10 എന്നുള്ളത് 9:45 ആക്കേണ്ട കാര്യമില്ല. 9:45 ആക്കുന്ന സമയത്ത് മദ്രസിനെ ബാധിക്കും എന്നതിനാൽ ഏറ്റവും ഉചിതമായിരിക്കുന്ന, ശാസ്ത്രീയമായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് 4 വരെ എടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് സർക്കാരിന് സ്വീകാര്യമല്ല. അപ്പൊ തന്നെയാണ് സമസ്ത മറ്റൊരു കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് മുന്നോട്ട് വെച്ചത്. അത് മുൻപേ ഉള്ള നിലപാട് തന്നെയാണ്. ആരും പറഞ്ഞിട്ടില്ല. പലർക്കും പേടിയുണ്ട്. പേടിയുള്ളവരൊക്കെ മാറി നിന്നു സമസ്ത നിലപാട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്മസ് അവധി 10 ദിവസം, ഓണം അവധി 10 ദിവസം, ഇതിന്റെ ആവശ്യമില്ല. ഇതിന് എത്ര തോന്നെ അവധി കൊടുക്കേണ്ട കാര്യം എന്താ? ക്രിസ്തു ജനിച്ച് ഒരു ദിവസമാണ്, ഒരു ദിവസം അവധി കൊടുത്താൽ മതി. ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരുപാട് അവധി കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് മാറ്റം വരുത്തുക, അതിന് ഇളവ് വരുത്തുക. അത് പറഞ്ഞതോടുകൂടി റൂട്ടിന് മാറ്റം വന്നു. കാര്യം എന്ന് പറയുന്നത്
അതിനങ്ങനെ തൊട്ട് കളിക്കാൻ വേണ്ടി പറ്റില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ ആ സമയത്ത് ഇതിനെയും തൊട്ട് കളിക്കാൻ പറ്റില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ആഘോഷ ദിവസങ്ങൾ അത് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. മുസ്ലിം ആഘോഷ ദിവസം എന്ന് പറയുന്ന സമയത്ത് പെരുന്നാളിന് അവധി പ്രത്യേകമായ രീതിയിൽ കലണ്ടറിൽ ഉള്ളതിനനുസരിച്ചല്ല സാധാരണഗതിയിൽ പെരുന്നാൾ ഉണ്ടാവും. അത് ചന്ദ്രമാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം കലണ്ടർ എന്നതിനാൽ മാസം കാണുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. മാസം കാണുന്നതിൽ മാറ്റം വരുന്ന സമയത്ത് കലണ്ടറിൽ എഴുതപ്പെട്ട ദിവസത്തിന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. 2 ദിവസത്തെ മാറ്റമൊക്കെ ഉണ്ടാവും. അതുപോലെ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ 2 പെരുന്നാളും അവധി ദിവസമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഒരു ഞായറാഴ്ചയാണ് പെരുന്നാൾ വരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഞായറാഴ്ച തന്നെ അവധിയാക്കി തിങ്കളാഴ്ച അവധി കൊടുക്കാത്ത ഒരു പരിഷ്കൃത രീതികളൊക്കെ സംസ്ഥാന സർക്കാർ ഇപ്പൊ തന്നെ തുടരുന്നുണ്ട്. പിന്നീട് അത് നിവേദനം കൊടുക്കേണ്ട മാറ്റങ്ങൾ വരുത്തുള്ളൂ. അതുകൊണ്ട് ഞായറാഴ്ചക്കുള്ള അവധി തിങ്കളാഴ്ചക്ക് ആക്കണം എന്ന് ഇവിടെ മുസ്ലിം മതസംഘടനകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരോ പറയേണ്ട സ്ഥിതിയാണ് യഥാർത്ഥത്തിലുള്ളത്. ഒരു ദിവസത്തിലധികം അവധി പെരുന്നാളൊന്നും കൊടുക്കാറില്ല. അതേപോലെ തന്നെയാണ് 2 പെരുന്നാളിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. നബിദിനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഒരു പക്ഷേ അത് ഒഴിവ് ദിവസത്തിലാണ് വരുന്നതെങ്കിൽ പിറ്റേ ദിവസം അവധി കൊടുക്കാത്തൊരു സ്ഥിതി ഉണ്ടാവും. മുഹറവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതി ആഘോഷ കാര്യങ്ങൾ കേരളത്തിലില്ലാത്തത് കൊണ്ട് പിന്നെ അതിന് അവധിയില്ല. മറ്റുള്ള കേരളത്തിന് പുറത്ത് മുഹറം 1 എന്ന് പറഞ്ഞാൽ വലിയ ആചാര ദിവസമായിട്ടൊക്കെ ആഘോഷിക്കപ്പെടാറുണ്ട്. അത് പിന്നെ ഇവിടെ ഇല്ല. അപ്പോൾ ഈ അവധി ദിവസം എന്ന് പറയുന്ന സമയത്ത് ഒരു പെരുന്നാളിന് 10 ദിവസം അവധി ഉണ്ടാവാറില്ല. അതെന്തുകൊണ്ടല്ലാത്തത്? 2 പെരുന്നാൾ വരുന്നുണ്ട്. റംസാൻ കാലത്തൊക്കെ അവസാന ഘട്ടത്തിലൊക്കെ പെരുന്നാൾ ഞായറാഴ്ച ആണ് വരുന്നതെങ്കിൽ തിങ്കളാഴ്ച അവധി കൊടുക്കണമെങ്കിൽ പുതിയ നിവേദനവും പുതിയ സംവിധാനവും പുതിയ ഇടപെടലുകളുമായിട്ട് പിറകെ നടക്കേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക. അതിന് അതേ സ്ഥിതി തന്നെയാണല്ലോ ഇപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസമേ അവധിൻ്റെ ആവശ്യമുള്ളൂ. ഓണം വെക്കേഷൻ, ഓണവുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ അവധിയായിട്ട് കൊടുക്കേണ്ട കാര്യമല്ല. പരീക്ഷയായിട്ട് എഴുതിയാൽ മതി എന്നുള്ളിടത്ത് പറഞ്ഞതോട് കൂടിയാണ് സർക്കാർ യഥാർത്ഥത്തിൽ അവരുടെ മണ്ടക്ക് തന്നെ അടി കിട്ടി എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ടനുബന്ധിച്ച് കുറച്ച് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനമാണ് ഇഗ്നോ എന്ന് പറയുന്നത്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. അത് കേന്ദ്ര സർക്കാരിന് നേരിട്ട് നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ രീതിയാണ്. അവിടെ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാൾ ദിവസം പരീക്ഷ നടത്തി എന്നുള്ളതാണ്. പെരുന്നാൾ ദിവസത്തിന് പോലും അവധിയില്ല. അപ്പോൾ പെരുന്നാൾ ദിവസം പരീക്ഷ നടത്തുന്ന സമയത്ത് സാധാരണഗതിയിൽ എന്താ പെരുന്നാൾ ദിവസത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കില്ല, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ മുസ്ലിങ്ങൾ ഈ പെരുന്നാൾ ദിവസത്തിൽ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നം അടുത്ത പരീക്ഷ എഴുതണമെങ്കിൽ 6 മാസം കഴിഞ്ഞ് സെമസ്റ്റർ എന്ന് പറയുന്ന ഇയറിനെ ബേസ് ചെയ്തിട്ട് 2 സെമസ്റ്റർ ഉണ്ടാവുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം എന്ന് പറയുന്ന സമയത്ത് 4 സെമസ്റ്റർ ആകുന്ന സമയത്ത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ ഉണ്ടാവും? സെമസ്റ്റർ എന്ന് പറയുന്നത് 2 പ്രാവശ്യം പരീക്ഷ എഴുതുന്നത്. ഇയർലി ആണ് അവർ കണക്കാക്കുന്നത്, പക്ഷേ 2 പരീക്ഷ എഴുതാം. ഡിസംബർ ജൂൺ മാസം അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ഈ പരീക്ഷ എഴുതാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 6 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ 2ാമത്തെ പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റൂ. മാത്രമല്ല ഈ ഫീസ് വീണ്ടും അടയ്ക്കുകയുമാണ്. അപ്പോൾ അത്ര കഠിനമായിരിക്കുന്ന രീതിയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ചില കാര്യത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്ന് ചുരുക്കം. അപ്പൊ ഇപ്പോ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം സംസ്ഥ പറഞ്ഞ വളരെ ക്ലിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ഈ മദ്രസ സമയം നീട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മതപഠനം മുസ്ലിങ്ങൾക്ക് അല്ലാതെ ക്രിസ്ത്യാനികൾക്കോ ഹിന്ദു മതവിശ്വാസികൾക്കോ മതപഠനം ഇല്ല. പിന്നെ അവർക്ക് ആ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ ഭരണഘടനാപരമായ രീതിയിൽ മതം പ്രചരിപ്പിക്കാനും അത് പഠിപ്പിക്കാനും അതിന്റെ സംവിധാനത്തിനൊക്കെ മതേതരത്വം എന്ന സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വിഭാഗത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അത് അവരുടെ അവകാശമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സർക്കാർ അതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പ്രയാസപ്പെട്ട് ഇരിക്കുകയാണ്. ഇതിന്റെ മുൻപ് തന്നെ വലതുപക്ഷം ഭരിച്ച സമയത്ത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു നിവേദനം വന്നിരുന്നു. മുസ്ലിം സംഘടനയിൽ നിന്നാണ് വന്നത്. 10 ദിവസം പെരുന്നാളിന്റെ അവധി വേണം, മറ്റു 2 മതസ്ഥർക്കും അവധി കൊടുക്കുന്നുണ്ട്, നമ്മൾക്കും എന്താ അവധി പറ്റൂല എന്നുള്ള തരത്തിലാണ് വലിയ രീതിയിൽ ചർച്ച വന്നതാണ്. പിന്നീട് അതായത് മലപ്പുറം ജില്ല 2ആയി വിഭജിക്കണം, തിരൂർ ആസ്ഥാനമായി പുതിയൊരു ജില്ല ആവണമെന്ന് പല ഘട്ടത്തിലും പറഞ്ഞ സമയത്ത് വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. യൂത്ത് ലീഗിന്റെ പ്രസിഡന്റോ ബന്ധപ്പെട്ട ആൾക്കാരെ പറഞ്ഞപ്പോഴാണ് അത് വിവാദമാണ്. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഈ കാര്യത്തിൽ അവഗണിക്കുന്ന ഒരു രീതി സാധാരണഗതിയിൽ ഉണ്ടാകുന്ന, അതിന് തുടർച്ച അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ആ രീതി തന്നെ പോകണം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വാശി പിടിച്ചുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ആ സമയത്ത് റൂട്ടിനൊക്കെ മാറ്റം വരും. സമസ്ത സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനൊന്നും ഇടതുപക്ഷ സർക്കാർ നിലവിൽ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഇവിടുത്തെ മറ്റൊരു പ്രധാന വിഷയം പല ഘട്ടത്തിലും ചർച്ച ചെയ്താണ്. ഞായറാഴ്ച പൊതു അവധിയാണ്. ഞായറാഴ്ച പൊതു അവധിയാവാനുള്ള മാനദണ്ഡം എന്താ? അതിന് ഉത്തരവുണ്ടോ? ഇല്ല.
ഞായറാഴ്ച എന്ന് പറയുക ക്രിസ്തു മത വിശ്വാസികൾക്ക് അവരുടെ പള്ളിയിൽ അല്ലെങ്കിൽ അവരുടെ ചർച്ചിൽ പോകുന്ന ദിവസത്തിന്റെ അവധിയാണ്. അത് മറ്റുള്ള മതസ്ഥർ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഈ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അതുണ്ട്. എന്നാൽ അറബ് രാജ്യങ്ങളിൽ അവധി കിടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അതിന്റെ കാര്യം എന്താ? വെള്ളിയാഴ്ചയാണ് മുസ്ലിങ്ങൾക്ക് ഈ പള്ളി പോണ ദിവസം, അന്നാണ് അവധി. ഞായറാഴ്ച പ്രവൃത്തി ദിവസമാണ്, സാധാരണത്തെ പോലെ പ്രവർത്തിക്കും ഞായറാഴ്ച. ഇവിടെ നമ്മൾ ഇസ്രായേലിൽ എത്തിയാൽ ജൂതന്മാരുടെ ആഘോഷ ദിവസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരാധന ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച അവർക്ക് അവധിയാണ്. അവിടെ ഞായറാഴ്ചയും പ്രവർത്തിക്കും, വെള്ളിയാഴ്ചയും പ്രവർത്തിക്കും. അപ്പൊ ഇവിടെ മഹാഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്തും ക്രിസ്ത്യാനികളല്ലാതെ മഹാഭൂരിപക്ഷമുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത് ഹിന്ദു മതവിശ്വാസികളാണ്. അത് കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണ്. ഈ രണ്ട് വിഭാഗങ്ങളും അനുവർത്തിച്ച് വരുന്നത് ക്രിസ്ത്യാനികൾക്ക് പള്ളി പോകുന്ന ദിവസമാണ് ഞായറാഴ്ച അവധിയായിട്ട് നടത്തുന്നത് എന്നുള്ളതാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ കൊണ്ടുവന്ന നേരത്തിന് നമ്മൾ ഫോളോ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഞായറാഴ്ച അവധി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞായറാഴ്ച വെള്ളിയാഴ്ച അവധി ഇല്ലല്ലോ. വെള്ളിയാഴ്ച അവധി ഇല്ലാത്തത് കൊണ്ട് പള്ളിക്കാരെ പോകാതെക്കുന്നുണ്ടോ? അതിന്റെ സമയബന്ധിതമായി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഈ കളികളൊന്നും, ഇടതുപക്ഷത്തിന്റെ ഈ കളികളൊന്നും യഥാർത്ഥത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന കേസൊന്നുമല്ല. അങ്ങനെ ആ സമയത്ത് ഇപ്പൊ ഇങ്ങനെ വരണം. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മത വിശ്വാസികൾക്ക് രാവിലെ മദ്രസ ഇല്ല, രാവിലെ മതപഠനം ഇല്ല, അങ്ങനത്തെ ഒരു സംവിധാനം അവർക്കില്ല. ഹിന്ദു മതവിശ്വാസികൾ മതപഠനമില്ല, അതുള്ളവർ മുസ്ലിങ്ങളാണ്. അവരുടെ വിശ്വാസത്തിലോ അല്ലെങ്കിൽ അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലോ ഇടപെടാൻ വേണ്ടി ഇടതുപക്ഷത്തിന് അധികാരം, ഈ ഒരു സർക്കാരിന് അധികാരമില്ല. അത് ഭരണഘടനാ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? 10 ദിവസം ക്രിസ്മസിന് അവധി, 10 ദിവസം ഓണത്തിന് അവധി, 10 ദിവസം റംസാന് അവധി കൊടുക്കട്ടെ. അങ്ങനെ തത്തുല്യമായ രീതിയിൽ അംഗീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഏറെക്കുറെ സമസ്ത എത്താൻ സാധ്യതയുണ്ട്. ഇത് 10 ദിവസത്തെ മുസ്ലിങ്ങളുടെ അവധി ഒന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനു മുമ്പൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഞായറാഴ്ചത്തെ പൊതു അവധി, അതെന്തിനാണ് ഞായറാഴ്ചത്തെ പൊതു അവധി? ക്രിസ്ത്യാനികൾക്ക് അവധി, അവർക്ക് പോകണമെങ്കിൽ അവർ പോവാ, അല്ല പോവാതൊക്കെ. മറ്റുള്ള മതസ്ഥരുടെ പേരിൽ ഈ ഞായറാഴ്ച അടിച്ചേൽപ്പിക്കുക എന്തിനാണ്? വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരം കൊണ്ടുവരുന്ന സമയത്ത് സർവ്വമേഖലയും കൊണ്ടുവരണല്ലോ. ഒന്നിന് മാത്രം പിടിച്ചു തൂങ്ങിയിട്ട് മറ്റതിന് അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ആ പ്രവർത്തനത്തിന് അപ്പുറമായ രീതിയിൽ ഒരു സമീപനം കൊണ്ടുവരിക എന്ന് പറയുന്ന സമയത്ത് അത് ഒരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ലക്ഷ്യത്തോടു കൂടി ചെയ്യാന്ന് പറയുന്ന സമയത്ത് മറ്റാർക്കോ വേണ്ടി ഈ പ്രവർത്തി ചെയ്യുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പല സംസ്ഥാനത്തിലും ഇത് പരിശോധിച്ചിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്, പലയിടത്തും അത് വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ഥിതിയിലേക്ക് ഇടതുപക്ഷം വരുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം 10 ദിവസം അവധി റമസാന് നിർബന്ധമാണ്. മറ്റു 2 മതവിഭാഗങ്ങൾക്ക് കൊടുക്കുമെങ്കിൽ എന്തിനാ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തുന്നത്? അവര് വളരെ നിർണായകമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ന്യൂനപക്ഷ വിഭാഗത്തിലെ ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.